വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ അമരക്കാരൻ സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ടുള്ള വികസന മുന്നേറ്റ ജാഥ പട്ടാമ്പിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ. വേണ്ടി നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മനോഹരമായ സായാഹ്നത്തിൽ നിങ്ങൾക്കെല്ലാം തന്നെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി 80-90% വർണ്ണില്ലാത്തവരാണ്. അവർണർ, അവരെയാണ് അവർണർ എന്ന് പറയുക. തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത, മീശ വെക്കാൻ അവകാശമില്ലാത്ത, മുട്ടുമറച്ച് മുണ്ടുടുക്കാൻ അവകാശമില്ലാത്ത ഒരു ജനത. നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാ. വഴി നടക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യൻ സവർണന്റെ ശ്രദ്ധയിൽ പെടാൻ വേണ്ടി ഓയ് ഓയ് എന്ന ശബ്ദമുണ്ടാക്കി വേണം നടക്കാൻ. ഇതെല്ലാം ഏത് സംസ്കാരത്തിന്റെ ഭാഗം? ഇവിടെ ആർഷഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞാൽ വധൂവരന്മാര്
നേരെ ജന്മീന്റെ വീട്ടിൽ പോയി. അന്നേ ദിവസം ജന്മീന്റെ വീട്ടിൽ ഭാര്യയെ ആക്കി അല്ലെങ്കിൽ വധുവിനെ ആക്കി വരൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സംസ്കാരത്തിന്റെ പേര് നിങ്ങൾ ഈ പറയുന്ന ആർഷഭാരത സംസ്കാരം എന്നാണോ? ഏതാ സംസ്കാരം? ഏതാ ജീവിത രീതി? ഞാൻ ഉറപ്പായിട്ട് പറയാം, VMS പറഞ്ഞതാണ്, ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ, അതിൻ്റെ മേലെ ബ്രിട്ടീഷ് ആധിപത്യം. അതായിരുന്നു നിങ്ങൾ പറയുന്ന ഈ കാലം. അടിമതുല്യമായിട്ട് പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ച കാലം, പട്ടിണിയും അർദ്ധപട്ടിണിയുമായിട്ട് ജീവിച്ച കാലം. പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിന്റെ ചരിത്രം, ഇതപര്യന്തമുള്ള പട്ടാമ്പിയുടെ ചരിത്രത്തെ മാറ്റിക്കുറിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ MLA തന്നെ ഇവിടെ വ്യക്തമാക്കിയത് ഇത് കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ബാധകമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയില്ല, നമ്മുടെ കയ്യിലാണെങ്കിൽ പണമില്ല, പിന്നെ നമുക്കെങ്ങനെയാണ് അതിനെ അതിജീവിക്കാനാവുക എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഭാവനാപൂർവം കിഫ്ബിയെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യത്തിന്, വികസനത്തിന് കിഫ്ബിയെ ഉപയോഗിച്ചു. ആ കിഫ്ബിയാണ് നാഷണൽ ഹൈവേക്ക് 5688 കോടി ഉറുപ്പിക കൊടുത്തത്. മലയോര ഹൈവേക്ക് 10,000 കോടി, തീരദേശ ഹൈവേക്ക് 10,000 കോടി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുരങ്കം, വയനാട്ടിലേക്ക് പോകാനുള്ള 10 കിലോമീറ്റർ ദൂരം തുരങ്കം, 20 കിലോമീറ്റർ ലാഭം. അതുമാത്രമല്ല, എല്ലാ ഭാഗവും നമുക്കവിടെ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റാം, പുതുതു വെക്കാം. അതിന് 612 കോടി ഉറുപ്പിക കിഫ്ബി. പാലം പണിയാൻ, റോഡ് പണിയാൻ 30,000 കോടി കിഫ്ബി. ആശുപത്രിക്ക് കെട്ടിടത്തിന് 10,000 കോടി കിഫ്ബി. സ്കൂൾ കെട്ടിടത്തിന് 5,000 കോടി കിഫ്ബി. കേരളത്തെ ലോകോത്തരമായ രീതിയിൽ കിഫ്ബിയെ ഉപയോഗിച്ച് ഭാവനാപൂർവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിവേഗം വികസന തന്ത്രത്തിന്റെ ഭാഗമായി ലോകോത്തരമാക്കി രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ചിത്രം.